ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് ബൈനറി നമ്പറുകൾ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡെസിമൽ നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ ആദ്യം ഒന്ന് പറയാം. 17 + 98. 17ഉം 98ഉം ആഡ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് 8ഉം 7ഉം കൂട്ടും അല്ലേ. 8ഉം 7ഉം കൂട്ടുമ്പോൾ 15ആണ് കിട്ടുക. അപ്പോൾ 15ൻ്റെ 5 നമ്മൾ താഴെ എഴുതും. അത് സം എന്ന് പറഞ്ഞ പൊസിഷനാണത്. 5 8 7ൻ്റെ സം 5 എഴുതി. ക്യാരിങ് 1. ഈ 1 അടുത്ത ഡിജിറ്റിനോട് കൂടി കൂട്ടും. ഇനി കൂട്ടാനുള്ളത് 9 1ഉം 10ആണ്. 10നോട് കൂടി 1 കൂട്ടി 11 താഴെ എഴുതും. അതിൽ 1 ആണ് സമ്മ് 1ഉം ക്യാരിയും 1ഉം ആണ്. അപ്പോൾ അത് അടുത്ത ഡിജിറ്റിനോട് കൂട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറക്കി എഴുതും. അങ്ങനെ 115 കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് ബൈനറി നമ്പർ ആഡ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എഴുതാമെന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം ഒരു രണ്ട് ബൈനറി നമ്പർ ആഡ് ചെയ്യുന്ന ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. എയും ബിയും ആണ് രണ്ട് വേരിയബിൾ. അതിലെ ഇൻപുട്ടുകളാണ് 0 0യും 0 1ഉം 1 0യും 1 1ഉം. അപ്പോൾ ഇവിടെ 0 0 ആഡ് ചെയ്താൽ സമ്മിൻ്റെ പൊസിഷനിൽ 0 വരും, ക്യാരിങ് 0 വരും. രണ്ടാമത്തെ 0യും 1ഉമാണ്. സമ്മ് 1ഉം ക്യാരിങ് 0 വരും. അടുത്തത് 1ഉം 0യുമാണ്. സമ്മ് 1ഉം ക്യാരിങ് 0. ലാസ്റ്റ് ശ്രദ്ധിക്കണം, എയും ബിയും രണ്ടും 1 1 ആണ്. 1ഉം 1ഉം കൂട്ടിയാൽ 1 0 ആണ്. പക്ഷേ സമ്മിൻ്റെ പൊസിഷനിലെ വാല്യൂ 0 ആണ്, ക്യാരിങ് 1. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൈനറി നമ്പർ ഒന്ന് ആഡ് ചെയ്യാം. ബൈനറി നമ്പർ എഴുതി ഫൈൻഡ് ദി സം ഓഫ് ടു ബൈനറി നമ്പേഴ്സ് 1101 base 2 plus 101 base 2 equal to 10010 base 2. ഇനി സംഖ്യകളൊന്ന് ആഡ് ചെയ്യാം. 1101 അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യണം? 101 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1ഉം 1ഉം ആണ് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത്. 1ഉം 1ഉം ആഡ് ചെയ്താൽ 10 ആണ്. അപ്പോൾ എന്തെഴുതും? 0 സമ്മിൻ്റെ പൊസിഷൻ എഴുതി. അടുത്തത് ക്യാരിങ് ആണ്, ക്യാരി 1. ഇനി ഈ 1ഉം ആ 3 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 0 + 0 + 1. അപ്പോൾ എന്ത് വരും? 1. ഇനി അടുത്ത പൊസിഷനിൽ 2 1കളാണ്. 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 10 ക്യാരിങ് 1. ഇനി ആ 1ഉം 1ഉം ആഡ് ചെയ്യും. 1ഉം 1ഉം ആഡ് ചെയ്താൽ 10 ആണ്. അപ്പോൾ അത് 10 നമ്മൾ താഴോട്ട് 0 സം എഴുതും, പിന്നെ ക്യാരിങ് 1 അവിടെ എഴുതും. അങ്ങനെ ആൻസർ കിട്ടുന്നത് 10010 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ, ഫൈൻഡ് ദി സം ഓഫ് ടു ബൈനറി നമ്പേഴ്സ് 1110 base 2 plus 1111 base 2 equal to 1101 base 2. Triple 1 0 plus 1111. ഇവിടെ 0യും 1ഉം ആഡ് ചെയ്യുമ്പോൾ സം 1. രണ്ടാമത്തെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. 1ഉം 1ഉം ആഡ് ചെയ്യുന്നു. അപ്പോൾ 1ഉം 1ഉം ആഡ് ചെയ്താൽ 10 ആണ്. 0 സമ്മിൻ്റെ പൊസിഷനിൽ വരുന്നു. ക്യാരി വരുന്നത് 1. ക്യാരി 1 ഇവിടെ വരുന്നു. ഇനിയും ഈ 3 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഇത് 1 1. ഈ 3 എണ്ണം ആഡ് ചെയ്യുമ്പോൾ 1 + 1 10. 10ഓട് 1 കൂട്ടിയാൽ 1 1 ആണ് വരിക. ഫസ്റ്റ് വാല്യൂ 0. 0ഓട് 1 കൂട്ടുമ്പോൾ 1. 1ഓട് 1 കൂട്ടുമ്പോൾ 10. 10ഓട് 1 കൂട്ടുമ്പോൾ 1 1. അപ്പോൾ 1 1 വരുമ്പോൾ സമ്മിൻ്റെ പൊസിഷനിൽ 1 വന്നു, ക്യാരി 1. ക്യാരി 1 വന്നു. ഇനി ഈ 3 1കൾ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. 3 1 ആഡ് ചെയ്താൽ 1 + 1 1 + 1 10 വരും. ആ 10ഓട് 1 കൂട്ടുമ്പോൾ 1 1 വരും. ഇങ്ങനെ ടോട്ടൽ 1101. ഒന്നും കൂടി ആവർത്തിക്കാം. 0 + 1 1 1 + 1 10 ആണ്. 0 സം എഴുതി, ക്യാരി 1 എഴുതി. ഇനി 3 1കളാണ്. 3 1 എന്ന് പറയുമ്പോൾ 1 + 1 10.
1 സീറോയോട് 1 കൂട്ടിയാൽ 1 1 ആണ്. അതിൻ്റെ സമ്മ് 1 എഴുതി, ക്യാരി 1 എഴുതി. വീണ്ടും 3 വണ്ണുകൾ 1 + 1 1 സീറോ 1 സീറോ പ്ലസ് 1 1 1 1 1 സം എഴുതി, ക്യാരി 1 എഴുതി. അങ്ങനെ ആണിപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് 11101 ബേസ് 2. ഇനി നമുക്ക് പഠിക്കേണ്ടത് ബൈനറി സബ്സ്ട്രാക്ഷനാണ്. രണ്ട് ബൈനറി സംഖ്യകൾ തമ്മിൽ എങ്ങനെ കുറയ്ക്കാം. അപ്പം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ കുറയ്ക്കുന്നത് ഒന്ന് നോക്കാം. 74 - 59. അപ്പോൾ ഇവിടെ 4ൽ നിന്നും 9 കുറയ്ക്കാൻ കഴിയുകയില്ല. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, തൊട്ടടുത്ത ഡിജിറ്റിൽ നിന്നും ബോറോ ചെയ്യണം. നമ്മൾ കടമെടുക്കാമെന്ന് പറയും. അപ്പോൾ അവിടെ തൊട്ടടുത്ത ഡിജിറ്റ് മുകളിലത്തെ 7ആണ്. 7ൽ നിന്നും 1 4ൻ്റെ അങ്ങോട്ട് മാറ്റും. അപ്പോൾ ഇവിടെ എന്തായി മാറണം, ബോറോ ചെയ്യണം അല്ലേ. ബോറോ ചെയ്യുമ്പോൾ 7ൽ നിന്നും 1 എടുക്കുമ്പോൾ ഇവിടെ 6 ആകുകയും 4ൻ്റെ സ്ഥാനം എന്തായി മാറും, 14 ആകും. ഇനിയും ഈ 14ൽ നിന്നാണ് 9 കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 5 കിട്ടുകയും ഇനി വീണ്ടും കുറയ്ക്കണം. ഈ 5 കുറയ്ക്കേണ്ടത് 7ൽ നിന്നാണോ? അല്ല, നമ്മൾ 7ൽ നിന്ന് 1 ബോറോ ചെയ്തപ്പോൾ ഇവിടെ 6 ആയി മാറി. ഈ 6ൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. 6ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. അങ്ങനെ 15ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ബൈനറി സബ്സ്ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഇനി ബൈനറി സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ പോലെ 2 ഇൻപുട്ടുകൾ കൊടുത്ത് എയും ബിയും കൊടുത്തൊരു ചാർട്ട് പരിചയപ്പെടാം. എയും ബിയും 0 0 ഡിഫറൻസ്, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 0 ആണ്. ബോറോ ചെയ്തിട്ടുണ്ടോ നോക്കും, ഇല്ല 0. 0യും 1ഉം തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് 1. പക്ഷേ ഇതിൽ നിന്നും 0യിൽ നിന്നും 1 കുറയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് 1 ബോറോ എടുക്കും. അങ്ങനെ ബോറോയുടെ വാല്യൂ 1. അതേപോലെ എയും ബിയും 1ൽ നിന്നും 0 പോയാൽ ഡിഫറൻസ് 1 ആയിരിക്കും. പക്ഷേ ഇവിടെ ബോറോയുടെ ആവശ്യമില്ല, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കാം. അപ്പം ബോറോ ഇല്ല, അവിടെ 0 ആണ്. നെക്സ്റ്റ് 1ൽ നിന്നും 1 കുറച്ചാൽ ഡിഫറൻസ് 0 ആണ്, ബോറോ 0. അപ്പോൾ അതാണ് ചാർട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ ബൈനറിയുടെ ചെയ്ത് നോക്കാം. സബ്ട്രാക്ട് 1101 ബേസ് 2 മൈനസ് 1101 ബേസ് 2 ഈക്വൽ ടു 10 ബേസ് 2 ആണ് കിട്ടുന്നത്. അത് നോക്കുക. ബൈനറി വാല്യൂ എഴുതാം. 1 1 1 0 1. അതിൽ നിന്നും 1 1 0 1 1 കുറയ്ക്കാം. പിന്നീട് ചെയ്യുമ്പോൾ ഈ 1ൽ നിന്നും ഈ 1 ആണ് കുറയ്ക്കേണ്ടത്. 1 1 - 1 ഡിഫറൻസ് 0 ആണ്. ബോറോ ഉണ്ടോ? ഇല്ല. അടുത്തത് 0യിൽ നിന്നും 1 ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1ൽ നിന്നും ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ 1 0 ആകും. ഈ പൊസിഷനിൽ ഇവിടെ എന്തായി മാറും, 0 ആയി മാറും. ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ 0 ആയി. ഈ പൊസിഷൻ ഇത് വാല്യൂ 0 ആകും. അതിവിടെ എഴുതിയത് മാത്രം. ഇവിടെ എന്തായി മാറും, 1 0. ഇവിടെ 1 0 ആയി. ഇനി ഈ 1 0യിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 1. 1 0യിൽ നിന്നും 1 പോയാൽ 1 ആണ്. 1ഉം 1ഉം കൂട്ടുന്നത് 1 0 ആണ്. അപ്പോൾ 1 0യിൽ നിന്ന് 1 കുറച്ചാൽ 1. ഇനി ഇവിടെ 0യിൽ നിന്നും 0 കുറയ്ക്കണം. ഈ 0യിൽ നിന്നും ഈ 0 കുറയ്ക്കണം. ഇത് ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നത് 1. 0യിൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ 0. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ 1ൽ നിന്നും 1 ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 0 വരും. ഈ 1ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 0. ഒന്നുകൂടെ പറയാം. 1ൽ നിന്നും 1 കുറച്ചപ്പോൾ 0. 0യിൽ നിന്നും 1 കുറയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അടുത്തുള്ള ലെഫ്റ്റ് സൈഡ് ഡിജിറ്റിൽ നിന്നും 1 ഇങ്ങോട്ട് മാറ്റും. ഇപ്പോൾ ഇവിടെ മാറ്റുമ്പോൾ ഇവിടെ ഈ 0യുടെ പൊസിഷനിൽ 1 0 ആകുകയും ഇവിടുത്തെ ഈ പൊസിഷനിലെ വാല്യൂ 0 ആയി മാറുകയും ചെയ്യും. ഇനി ഈ 1 0യിൽ നിന്നും 1 കുറച്ചാൽ 1 ആണ്. ഇനി ഉള്ളത് നമ്മുടെ ഈ 0യും ഈ 0യും തമ്മിൽ കുറയ്ക്കുമ്പോൾ ആൻസർ 0 ആയി മാറും. അതേപോലെ 1 - 1 0 1 - 1 0. ആൻസർ 10 ബേസ് 2. ഇങ്ങനെയാണ് 2 ബൈനറി സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് പരിചയപ്പെടാം. സബ്ട്രാക്ട് 1 0 0 0 1 ബേസ് 2 മൈനസ് 11 0 11 ബേസ് 2 ഈക്വൽ ടു 1 1 0 ബേസ് 2. 1 0 0
1 മൈനസ് 1101 ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 1ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഡിഫറൻസ് 0. ഇനി ഈ 0യിൽ നിന്നും 1 കുറയ്ക്കാൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്യും? അടുത്തുള്ള ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എടുക്കണം. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. ഇവിടുന്ന് എടുക്കണം. ഈ ഒന്നാമത്തെ 1ൽ നിന്നും 0 എടുത്ത് വരണം, ബോറോ ചെയ്യണം. അപ്പോൾ ഈ 1ൽ നിന്നും 0 എടുക്കുമ്പോൾ ഇവിടെ 10 ആകും. ഇനി ഈ 10യിൽ നിന്നും 1 അടുത്ത റൈറ്റ് സൈഡിലോട്ട് പോവുകയാണ്. അന്നേരം ഇവിടെ 10 ആകുകയും ഈ പൊസിഷൻ 1 ആവുകയും ചെയ്യും. ഇനി വീണ്ടും ഈ 10യിൽ നിന്നുമാണ് ഇങ്ങോട്ട് 1 എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ആകുകയും ഇവിടെ 10 വരികയും ചെയ്യും. ഇനി ഈ 10 നമുക്ക് ഇവിടെയാണ് എത്തേണ്ടത്. പിന്നെ ഈ 10യിൽ നിന്ന് 1 എടുക്കുമ്പോൾ ഇവിടെ 10 ആകും. അപ്പോൾ അതിന് തൊട്ട് ഈ കോളത്തിൽ 1 ആയി മാറുകയും ചെയ്യും. ഇവിടെ 10 ആയി. ഇനി നമുക്ക് കുറയ്ക്കാം. 10 മൈനസ് 1 വീണ്ടും ഇനി ഈ 1ൽ നിന്നും 0 കുറയ്ക്കണം. 1ൽ നിന്നും 1 കുറയ്ക്കണം. 0. 1ൽ നിന്നും 1 കുറയ്ക്കണം. 0. അപ്പോൾ ആൻസർ റെഡിയായി. ഇവിടെ 0 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് 1 എടുത്ത് പോയല്ലോ. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും 0 ആണ് വരിക. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് 110/2. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 1ൽ നിന്നും ഈ 1 കുറയ്ക്കുമ്പോൾ 0 വരും. ഈ 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന 1ൽ നിന്നും എടുക്കണം. 1 എടുക്കുമ്പോൾ ഈ 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആകുകയും ഇവിടെ എന്തായി മാറും? 10 ആവും. ഈ 10യിൽ നിന്നും റൈറ്റിലോട്ട് 1 എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ 10 ആകും. അപ്പോൾ ഈ 10യിൽ നിന്ന് 1 പോയാൽ 1. വീണ്ടും ഈ 10യിൽ നിന്നും ഇവിടോട്ട് 1 എടുക്കുമ്പം ഇവിടെ 10 ആകുകയും ഇവിടെ 1 ആയി മാറുകയും ചെയ്യും. വീണ്ടും നമുക്ക് ഇവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ ഈ 10യിൽ നിന്നും 1 എടുക്കുമ്പം ഇവിടെ 1 ആകുകയും ഇവിടെ എന്തായി മാറും? 10 ആയി. ഈ 10യിൽ നിന്നുമാണ് ഈ 1 കുറച്ച് 1 കിട്ടുന്നത്. ഇനി 1ൽ നിന്നും 0 കുറയ്ക്കുമ്പോൾ 1ഉം ഈ 1ൽ നിന്നും ഈ 1 കുറയ്ക്കുമ്പോൾ 0യും അതേപോലെ ഈ 1ൽ നിന്നും ഈ 1 കുറയ്ക്കുമ്പോൾ 0യും ഇവിടെ 0 തന്നെയാണ്. അപ്പോൾ ആൻസർ 110/2. ഇനി നമുക്ക് പഠിക്കേണ്ടത് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമ്പറുകൾ മാത്രമല്ല സൗണ്ട്, വീഡിയോ, അതേപോലെ ക്യാരക്ടേഴ്സ് ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ എങ്ങനെയാണ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 2 ടൈപ്പ് നമ്പറുകളാണുള്ളത്. ഇൻറ്റീജർ നമ്പറും ഫ്ലോട്ടിംഗ് നമ്പറും. ഇൻറ്റീജർ എന്ന് പറയുന്നത് പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകൾ 1 2 3 4 5 6 എന്നുള്ള കൗണ്ടിങ് നമ്പറുകളാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സുകളാണ്, മെഷറിംഗ് നമ്പറാണ്. പോയിൻ്റ് ഉള്ള സംഖ്യകൾ 3.2, 0.1 ഇങ്ങനെയുള്ള നമ്പറുകളാണ്. ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ സെക്ഷൻ വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജർ റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 തരത്തിലാണ്. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. 3 തരത്തിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ആയി നമുക്ക് 1's കോംപ്ലിമെൻറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ നോക്കാം. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിട്ടുന്ന ബൈനറി നമ്പറിനെ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഈ ബൈനറി നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും. ആ ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ബിറ്റുകൾ വരച്ച് 8 ബിറ്റ് വരയ്ക്കണം. ആ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 23 പ്ലസ് ചിഹ്നമാണ് നോക്കേണ്ടത്. സൈൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചിഹ്നമാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത്. അപ്പോൾ 23ൻ്റെ ബൈനറി കിട്ടിയാൽ ആ ബൈനറി എന്ന് പറയുന്നത് 101111/2 ആണ്. അപ്പോൾ 23നെ നമ്മൾ 7 ബിറ്റിലാണ് മാഗ്നിറ്റ്യൂഡ് എഴുതുന്നത്. ഇവിടെ പിക്ചർ ശ്രദ്ധിച്ചാൽ അറിയാം, സൈൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ 23ൻ്റെ 7 ബിറ്റുകളാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ എഴുതുന്നത് ശ്രദ്ധിക്കണം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 11101 അതെഴുതി, അത് ഫില്ല് ചെയ്തു. ബാക്കി വന്ന 2 ബിറ്റുകളും 0യും കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഈ MSB എന്ന് പറയുന്ന സൈൻ ബിറ്റ്
സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ സീറോയും നെഗറ്റീവ് ആണെങ്കിൽ വണ്ണുമാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. രണ്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. -105 105 മൈനസ്. അപ്പോൾ ഇവിടെ 105ൻ്റെ ബൈനറി നമ്മൾ കാണണം. 105ൻ്റെ ബൈനറി 1101 ബേസ് 2 ആണ്. അപ്പോൾ നമ്മൾ 8 ബിറ്റുകൾ വരയ്ക്കുന്നു. ആദ്യത്തെ 7 ബിറ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, അതിൻ്റെ വാല്യൂ ആണ് എഴുതുന്നത് 1001011. പിന്നെ വരുന്നത് 8ാമത്തെ ബിറ്റ് MSB എന്ന് പറയുന്നത് സൈൻ ബിറ്റാണ്. സംഖ്യ ഏതാണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് സൈൻ ബിറ്റ് മാർക്ക് ചെയ്യണം. പോസിറ്റീവ് ആണെങ്കിൽ സീറോയും നെഗറ്റീവ് ആണെങ്കിൽ വണ്ണുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് -105 ആയതുകൊണ്ട് സൈൻ ബിറ്റ് 1 ആയിരിക്കും. രണ്ടാമത്തെ ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നത് ഒരു സംഖ്യ ഏതോ ആയിക്കോട്ടെ, 22ഓ 23ഓ 24ഓ 15ഓ ഏതോ ആയിക്കോട്ടെ, ആ സംഖ്യയുടെ ബൈനറി കാണണം. ഇവിടെ ബൈനറിയുടെ എക്സാമ്പിൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 1101. അപ്പോൾ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. 1നെ 0 ആയിട്ടും 0നെ 1 ആയിട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വൺസ് കോംപ്ലിമെൻ്റ് ആണ്. ഈ 1 മാറ്റി 0 ആക്കി, ഈ 2 0 മാറ്റി 1 ആക്കി, ഈ 2 1 മാറ്റി 0 ആക്കി. ഇതിനാണ് വൺസ് കോംപ്ലിമെൻറ്റ്. അടുത്ത എക്സാമ്പിൾ 10101 ആണ്. അപ്പോൾ ആദ്യത്തെ 1 0 ആയി, പിന്നത്തെ 0 1 ആയി, പിന്നത്തെ 1 0 ആയി, ഈ 0 ഇവിടെ 1 ആയി, ലാസ്റ്റ് 1 0 ആയി. ഇപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളുകൾ കാണിക്കുന്നുണ്ട്. -119 അതിൻ്റെ ബൈനറി 119ൻ്റെ ബൈനറി 8 ബിറ്റ് ഫോമിൽ എഴുതി. 8 ബിറ്റിലാണ് എഴുതുന്നത്. 0 111 ബേസ് 2 ആണ് 119ൻ്റെ ബൈനറി. അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. 8 ബിറ്റിൽ എഴുതിയതിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. 1നെ 0 ആയിട്ടും 0നെ 1 ആയിട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ബിറ്റ് 1 വരും. അതായത് മൈനസ് സംഖ്യയുടെ സൈൻ ബിറ്റ് എന്തേ വരാൻ പാടുള്ളൂ, 1 വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ആദ്യം ബൈനറി എഴുതി, ആ ബൈനറി കിട്ടിയതിനെ ഇൻ്റർചേഞ്ച് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടുകയും ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ബിറ്റ് 1 ആവുകയും ചെയ്യും. ഇനി പ്ലസ് 119 അതിൻ്റെ പിന്നെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം എന്ത് തന്നെയാണ്, അത് തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ബൈനറി വാല്യൂ തന്നെ എഴുതിയാൽ മതി. നമുക്ക് മൈനസിൻ്റെ ആയിരിക്കും എക്സാമിനൊക്കെ ചോദിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈൻ ബിറ്റ് 1 ആയി മാറിയിരിക്കണം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ. ആദ്യം ബൈനറി കണ്ടിട്ട് അതിനെ ബൈനറി കണ്ട് 8 ബിറ്റിൽ എഴുതിയിട്ട് അതിനെ വൺസ് കോംപ്ലിമെൻ്റ് ആക്കുമ്പോൾ അതിനെയും ഇൻ്റർചേഞ്ച് ചെയ്യണം. 1 ഏതൊക്കെ 1 ഉണ്ടോ അതിനെയൊക്കെ 0 ആയിട്ടും 0 എല്ലാം 1 ആയിട്ടും മാറ്റിയിരിക്കണം. ഇനി അതേപോലെ ടൂസ് കോംപ്ലിമെൻറ്റും ഇവിടെ പറയുന്നുണ്ട്. എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ഇവിടെ 10101 ബേസ് 2. അപ്പോൾ 10101 ബേസ് 2ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് വാല്യൂ 1നെ 0 ആക്കി, രണ്ടാമത്തെ 0നെ 1 ആക്കി, മൂന്നാമത്തെ 1നെ 0 ആക്കി, ഈ 0 നാലാമതിരിക്കുന്ന 0നെ 1 ആക്കി, അതേപോലെ 1നെ 0 ആക്കി. ഇപ്പോൾ എന്തായി കിട്ടി, അതിനെ വൺസ് കോംപ്ലിമെൻ്റ് ആയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോകേണ്ട എങ്ങോട്ടാണ്, ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമിലോട്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം ഓഫ് 10101 ബേസ് 2 ആണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ബൈനറിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുകയും കണ്ടുപിടിച്ചതിന് ശേഷം അതിനോടുകൂടി 1 ആഡ് ചെയ്യുക. അപ്പോൾ 0യും 1ഉം 0 + 1 1. പിന്നെ ബാക്കി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴോട്ട് 1 താഴെ 0 എല്ലാം അതേപോലെ തന്നെ ഇറക്കി എഴുതിയാൽ മതി. 0 അതായത് ഇത് കിട്ടിയ വൺസ് കോംപ്ലിമെൻറ്റിനോട് കൂടി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. -38ൻ്റെ ബൈനറിയാണ് എഴുതിയിരിക്കുന്നത് 00100110. അത് 8 ബിറ്റിൽ എഴുതി. അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എങ്ങോട്ട്, നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമാണ് കിട്ടേണ്ടത്. അതിനെ എന്താക്കി മാറ്റി, വൺസ് കോംപ്ലിമെൻ്റ് ആക്കി. 0യ്ക്ക് പകരം 1ഉം 1ന് പകരം 0യ്ക്കും 1ന് പകരം 0, അതേപോലെ 0011 ആയി, 1ന് പകരം 0 ആയി, 0011 ആയി. ഇപ്പോൾ അത് വൺസ് കോംപ്ലിമെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ടൂസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കിട്ടിയിരിക്കുന്ന വൺസ് കോംപ്ലിമെൻറ്റിനോട് കൂടി 1 ആഡ് ചെയ്യണം. 1 + 1 10 ആണ് ക്യാരിയിങ്. 0 സമ്മിൻ്റെ പൊസിഷൻ 0 എഴുതി, ക്യാരിയിങ് 1. ആ ക്യാരിയിങ് ഇവിടെ 0യോട് കൂടി 1 ആഡ് ചെയ്യും. ഇനിയും പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള എല്ലാ വാല്യൂവും താഴോട്ട്
ഇറക്കി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം കിട്ടും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 3 തരത്തിലാണ് ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ. ഒന്നാമത് സൈൻ മാഗ്നിറ്റ്യൂഡ്, രണ്ടാമത്തത് വൺസ് കോംപ്ലിമെൻറ്റ്, മൂന്നാമത്തത് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബൈനറീനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. 1നെ 0 ആയിട്ടും 0നെ 1 ആയിട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടും. സംഖ്യ മൈനസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ബിറ്റ് 1 ആവുകയും ചെയ്യും. ഇനി ടൂസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ കിട്ടിയ ബൈനറിനെ ആദ്യം വൺസ് കോംപ്ലിമെൻ്റ് ആക്കിയതിന് ശേഷം അതിനോടുകൂടി 1 ആഡ് ചെയ്താൽ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 ടൈപ്പ് നമ്പറുകളാണ് പറഞ്ഞത്. ഒന്ന് ഇൻറ്റീജർ നമ്പറും രണ്ടാമത്തത് റിയൽ നമ്പർ, ഫ്ലോട്ടിംഗ് നമ്പർ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പം അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് മാൻഡിസ പാർട്ടും രണ്ടാമത്തെ എക്സ്പൊണൻ്റ് പാർട്ടും. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഇൻറ്റീജർ നമ്പർ അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് 8 ബിറ്റിലാണ്. ഇപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 32 ബിറ്റിലാണ്. അപ്പോൾ അതിന് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മാൻഡിസ പാർട്ട് എഴുതാനും രണ്ടാമത്തെ എക്സ്പൊണൻ്റ് പാർട്ട് എഴുതാനും. അപ്പോൾ ആദ്യത്തെ 32 ബിറ്റിൽ 24 ബിറ്റ് യൂസ് ചെയ്യുന്നത് മാൻഡിസ പാർട്ടിനും ബാക്കി വരുന്ന 8 ബിറ്റുകൾ എക്സ്പൊണൻ്റ് പാർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടിയാൽ 25.45 എന്നൊരു സംഖ്യ, അതിനെ നമുക്ക് മാൻഡിസ പാർട്ടായിട്ടും എക്സ്പൊണൻ്റ് പാർട്ടായിട്ടും മാറ്റണം. 25.45നെ നമുക്ക് 0.2545 ഇൻറ്റു 10² എന്ന് എഴുതാം. 10² എന്ന് എഴുതിയാൽ എന്താണ്? 100. 0.2545 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 25.45 തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഇവിടെ 2 പാർട്ട് കിട്ടി, 0.2545 ഇൻറ്റു 10². അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് മാൻഡിസയ്ക്ക് വേണ്ടിയാണ്, രണ്ടാമത്തെ എക്സ്പൊണൻ്റ് പാർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ മാൻഡിസ പാർട്ട് ഇവിടെ 24 ബിറ്റ് ഉപയോഗിക്കുന്നു, എക്സ്പൊണൻ്റ് പാർട്ട് 8 ബിറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 25.2545 അതിൻ്റെ ബൈനറി വാല്യൂ ആണ് എഴുതേണ്ടത്. സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിരിക്കും, സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് വാല്യൂ എഴുതി പോകേണ്ടത്, പോയിൻ്റ് ആയതുകൊണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ സംഖ്യ അതിൻ്റെ സൈൻ ബിറ്റ് കാണിച്ചതിന് ശേഷം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വാല്യൂ എഴുതി പോകണം. സാധാരണ നമ്മൾ എഴുതുന്നത് സൈൻ മാഗ്നിറ്റ്യൂഡും ഒക്കെ എഴുതിയെന്താണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ വാല്യൂ എഴുതുക ചെയ്തത്. ഇവിടെ എഴുതുമ്പം പോയിൻ്റ് ആയതുകൊണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതി പോവുകയും. പിന്നെ രണ്ടാമത്തെ എക്സ്പൊണൻ്റ് പാർട്ടിന് 8 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. 8 ബിറ്റിലും വരും 10². അപ്പോൾ 2ൻ്റെ ബൈനറി ആയിരിക്കും നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ 2ൻ്റെ ബൈനറി എഴുതുമ്പോൾ മൈനസ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിരിക്കും. പിന്നെ അതേപോലെ ബൈനറി വാല്യൂ എഴുതുമ്പോൾ ഇവിടെ എഴുതുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സാധാ എഴുതുന്ന പോലെ. എക്സ്പൊണൻ്റ് പാർട്ട് അങ്ങനെയാണ് എഴുതുന്നത്. എക്സ്പൊണൻ്റ് പാർട്ട് എഴുതുമ്പോൾ സംഖ്യ -2 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. പിന്നെ അതിൻ്റെ ബൈനറി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതി പോകണം. മാൻഡിസ പാർട്ടാണെങ്കിൽ ശ്രദ്ധിക്കണം, സൈൻ ബിറ്റ് സംഖ്യ മൈനസ് സംഖ്യ ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിരിക്കും. ഇവിടെ വാല്യൂ എഴുതുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം. ആ ഒരു വ്യത്യാസമാണ് ഇതിന്. 2 പാർട്ടാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ ഉള്ളത്. ഒന്ന് മാൻഡിസ പാർട്ടും ഒന്ന് എക്സ്പൊണൻ്റ് പാർട്ടും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.